ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇത് ചക്ക ഉണ്ണിയപ്പം. ചക്ക വരട്ടിയത് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ മൈദയോ ഉപയോഗിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അതിന് 1 കപ്പ് പച്ചരി നല്ലപോലെ കഴുകിയ ശേഷം 3 മണിക്കൂറെങ്കിലും കുതിർത്തിടണം. 3 മണിക്കൂറിന് ശേഷം വെള്ളം നല്ലപോലെ ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. ഇതിലേക്ക് 2 നുള്ളു ജീരകവും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. റവ പോലുള്ള ഇത്തിരി തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജാറിൽ നിന്നും പൊടി കൊട്ടിയെടുത്ത ശേഷം അടിയിൽ കുറച്ച് കട്ടയായി നിൽക്കുന്നുണ്ടാവും. അതിനെ മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പൊടിഞ്ഞു കിട്ടും. ഇപ്പം 1 കപ്പ് അരിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാത്തതുകൊണ്ട് നല്ലപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. കട്ടകളെല്ലാം ഉടച്ചു മാറ്റണം. ബാറ്റർ ഉണ്ടാക്കിയ ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. മൈദ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല. എന്നിട്ടും നമ്മുടെ ഉണ്ണിയപ്പം സൂപ്പർ സോഫ്റ്റ് ആണ്. ചക്ക സീസൺ സമയത്ത് കുറച്ച് വരട്ടി വെച്ചതാണ്. അതിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ ചക്ക വരട്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. അതിനൊരു ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പൊടിച്ച ശർക്കരയിൽ 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനെ അരിച്ച് ചൂടോടെ നമ്മുടെ മാവിലേക്ക് ഒഴിക്കാം. ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് ആക്കുന്നത്. അപ്പോൾ ആ സീക്രട്ട് മനസ്സിലായല്ലോ. അടുത്ത പണി അരിമാവിലെ കട്ടകൾ ഉടയ്ക്കുക എന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചക്ക ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ഒന്ന് ചേർത്തേക്കാം. പെട്ടെന്നൊന്ന് അലിഞ്ഞു കിട്ടാനാണ് മിക്സി ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്തത്. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ എള്ള് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് നെയ്യിൽ വഴറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ വെച്ചൊന്നും ശരിയാവുന്നില്ല, കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. വലിയ ചൂടൊന്നും കാണുന്നില്ല. ഇതിലേക്ക് ഏലക്കായൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ഉണ്ണിയപ്പത്തിന് ചക്കയുടെ മണം മതി. ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കാവരുത് മാവ്, അത് വെച്ച് ഒരുപാട് ലൂസും ആവരുത്. ഇങ്ങനെ പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഉടനെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഉണ്ണിയപ്പത്തിന്റെ അച്ചൊന്ന് അടുപ്പത്ത് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് നെയ്യിലുണ്ടാക്കാം, അല്ലെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്തുണ്ടാക്കാം. മാവ് ഒഴിക്കുമ്പോൾ ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. എനിക്ക് അറിയാതെ തന്നെ അത് ഫില്ലായി പോകുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായ ശേഷമാണ് നമ്മൾ മാവ് ഒഴിച്ചത്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയ ശേഷം ഉണ്ണിയപ്പം തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് അരച്ച് ഉടനെ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പഴം അരച്ച് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ചക്ക അരച്ച് ചേർത്തും ഉണ്ണിയപ്പം ഉണ്ടാക്കാം. 1 ബാച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചക്ക വരട്ടിയതിട്ടല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അതിന് പകരം ഒരു 10 ചക്കച്ചുള കുരുവെല്ലാം കളഞ്ഞ് നല്ലപോലെ അരച്ചെടുത്തും നമുക്ക് ഈ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അടിപൊളിയായിട്ടില്ലേ നമ്മുടെ ഉണ്ണിയപ്പം? ചൂടോടെ ശർക്കരപ്പാനി ഒഴിക്കുന്നതാണ് ഇതിന്റെ സീക്രട്ട്. നല്ലപോലെ ബ്രൗൺ കളറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും പുറമെ, അകത്ത് നല്ല സോഫ്റ്റും. 1 ഗ്ലാസ് അരി വെച്ച് 23 ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. നിങ്ങളുടെ ലൈക്കും കമന്റും വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക്